ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോഷ്യൽ വളരെ എളുപ്പത്തിൽ തന്നെ, ഹിസ്റ്ററി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്താണോ ടോപ്പിക്സ് എടുക്കുന്നത് അതിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് A+ in your final examination. Okay, my dear children, so we will start chapter 2, World in the 20th Century. നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ക്യാപിറ്റലിസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഇമ്പീരിയലിസം എന്താണെന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ഏതാണ് 2 ഗ്രൂപ്പ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ അഗ്രസീവ് നാഷണാലിസം കാരണം 3 മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് പാൻ സ്ലേവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ആൻഡ് റിവെഞ്ച് മൂവ്മെൻറ്റ് എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ആണ്. നമുക്കൊരു ക്രൈസിസ്, അതായത് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവാനുള്ള കാരണം ആയിട്ടുള്ള 2 ക്രൈസിസാണ് മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൽക്കൻ ക്രൈസിസ്. അതെന്താണ്, മൊറോക്കൻ ക്രൈസിസ് എന്താണ്, ബാൽക്കൻ ക്രൈസിസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊറോക്കോ എന്നുള്ളത് ഒരു പ്ലേസാണ്, അതായത് മൊറോക്കൻ പോർട്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ മൊറോക്കൻ ക്രൈസിസിലെ പ്രശ്നം. ബാൽക്കൺ എന്ന് പറയുന്നത്, ബാൽക്കൺ ഒരു റീജിയനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് നടന്നത്. അപ്പോൾ മൊറോക്കോ എന്നുള്ളൊരു പ്ലേസിന് വേണ്ടിയിട്ടും ബാൽക്കൺ എന്നുള്ള പ്ലേസിന് വേണ്ടിയിട്ടുമുള്ള ഫൈറ്റാണ്. At last it led to the World War. Okay, so you can see that a secret treaty was signed between Britain and France in 1904. According to this, Britain recognized the claim of France over Morocco. So here you can see that a secret treaty, ഒരു രഹസ്യ ട്രീറ്റി സൈൻ ചെയ്യാണ് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ 1904. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രാൻസ് ക്ലെയിം ദാറ്റ് മൊറോക്കോന് അവർക്ക് വേണം എന്നുള്ളത് അവർ ക്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതാരും ഇഷ്ടപ്പെട്ടില്ല? ജർമ്മനി ഒപ്പോസ്ഡ് ഇറ്റ്. ഓക്കെ, ജർമ്മനി ഒപ്പോസ്ഡ് ഇറ്റ്. ഫ്രാൻസ് പക്ഷേ അവർ തമ്മിൽ പിന്നീട് ഒരു കോംപ്രമൈസിലെത്തുകയാണ്. That is, France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. ഓക്കെ, ഫ്രാൻസ് പറഞ്ഞു ഫ്രഞ്ചിൻ്റെ കോങ്കോ കൊടുക്കാമെന്നും അതേപോലെ തന്നെ അതിന് പകരമായിട്ട് ഫ്രാൻസിന് മൊറോക്കോ കൊടുക്കാമെന്നുമുള്ളതാണ് അവർ തമ്മിലുള്ള തീരുമാനം. ഓക്കെ, സോ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊരു ട്രീറ്റി ഉണ്ടാകുന്നു, രഹസ്യ ട്രീറ്റി ഉണ്ടാകുന്നു. അതിൽ ഫ്രാൻസ് മൊറോക്കോ വേണമെന്ന് അവർ അവകാശപ്പെടുന്നു. ആ അവകാശപ്പെട്ടതിൽ ജർമ്മനി അതിനെ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ജർമ്മനിയും ഫ്രാൻസും തമ്മിലൊരു കോംപ്രമൈസ് ആവുന്നു. ഫ്രാൻസിന് മൊറോക്കോ കൊടുക്കുമ്പോൾ ജർമ്മനിക്ക് ഫ്രാൻസ് കോങ്കോ കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പ്രോബ്ലം അവിടെ ടെമ്പററി ആയിട്ടാണ് സോൾവ് ചെയ്തത്. ദ പ്രോബ്ലം വാസ് സോൾവ്ഡ് ടെമ്പററി. ഹൗവർ റൈവൽറി കണ്ടിന്യൂഡ്. അവരുടെ ശത്രുത പിന്നെയും നടന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദ മൊറോക്കൻ ക്രൈസിസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാൽക്കൻ ക്രൈസിസ് ആണ്. ബാൽക്കൻ ക്രൈസിസ്, ദ ബാൽക്കൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ് ക്ലോസ് ടു ദ ആഗിയൻ സീ ആൻഡ് ബ്ലാക്ക് സീ. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഓട്ടോമൻ എംപയർ. In 1912, Balkan League defeated Turkey. However, the conflict among the allied nations in sharing the benefits of the war led to the breakup of the league and resulted in wars among them. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓട്ടോമൻ എംപയറിനെ, അതായത് ടർക്കിനെ ഡിഫീറ്റ് ചെയ്യാണ്, തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ ഷെയർ, ഈ വാറിന് കിട്ടിയ ഷെയർ അവർ തമ്മിൽ ഭാഗിക്കുമ്പം അവിടെ ലഹള ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് റിസൾട്ടഡ് വാസ്. ഓക്കെ, സോ ബെനിഫിറ്റ്സ് ഓഫ് വാർ ലെഡ് ടു ദ ബ്രേക്കപ്പ് ഓഫ് ദ ലീഗ്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഇവിടെ ബാൽക്കൻ റീജിയന് വേണ്ടിയിട്ടാണ് പിന്നെ ഓട്ടോമൻ എംപയറിൻ്റെ
അധീനതയിലുണ്ടായിരുന്ന ബാൽക്കൻ റീജിയന് വേണ്ടിയിട്ടാണ് ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ദ വാർ, ദാറ്റ് ഈസ് ദ കോൺഫ്ലിക്റ്റ് അമംഗ് ദ അലൈഡ് നേഷൻ ഇൻ ഷെയറിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് വാർ ലെഡ് ടു ദ ബ്രേക്ക് അപ്പ് ഓഫ് ദ ലീഗ് ആൻഡ് റിസൾട്ടഡ് ഇൻ വാർ അമംഗ് ദം. അവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ ഒരു വാറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും റീസണാണ്. എന്ത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റീസണാണ്. ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് കോസ്, ഒരു പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണമുണ്ടാകും അല്ലേ, അതെന്താണെന്ന് നോക്കാം. എന്താണ് ഒന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുവാനുള്ളായ കാരണം എന്ന് പറയുന്നത്, വെൻ ഓസ്ട്രിയ ലേഡ് ഇറ്റ്സ് ക്ലെയിം ഓവർ ബാൽക്കൻ റീജിയൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ജർമ്മനി, സെർബിയ ക്ലെയിംഡ് ദിസ് റീജിയൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് റഷ്യ. ഓക്കെ, അപ്പം ഓസ്ട്രിയക്ക് ആരാണ് സപ്പോർട്ട് കൊടുക്കുന്നത്? ജർമ്മനി. സെർബിയക്ക് ആരാ സപ്പോർട്ട് കൊടുക്കുന്നത്? റഷ്യ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം രണ്ട് ഗ്രൂപ്പായിട്ട്. ആ സമയത്താണ് ഡ്യൂറിങ് ദിസ് ടൈം സെർബിയൻ യൂത്ത് ഗവേറിലോ പ്രിൻസപ്പ് അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, the heir to the throne of Austria at the Bosnian capital Sarajevo in July 1914. എന്ത് സംഭവിച്ചു? സെർബിയൻ യൂത്തായിട്ടുള്ള കവേറിലോ പ്രിൻസപ്പ് എന്നുള്ള ആൾ, അപ്പോൾ സെർബിയയിലെ കവേറിലോ പ്രിൻസപ്പ് എന്ന ആൾ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരെ കൊലപ്പെടുത്തി? ഓസ്ട്രിയയിലെ രാജകുമാരനായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയാണ് അവർ കൊലപ്പെടുത്തുന്നത്. എവിടെ വെച്ചിട്ടാണ്? ബോസ്നിയൻ ക്യാപിറ്റൽ സെറാജിവോയിൽ വെച്ചിട്ടാണ്. എന്നാണ്? ജൂലൈ 1914. ഓക്കെ, ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അപ്പം ഓസ്ട്രിയ ഹെൽഡ് സെർബിയ ആണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു. ആൻഡ് ഡിക്ലെയർ വാർ ഓൺ സെർബിയ ഓൺ 28 ജൂലൈ 1914. അപ്പം നിങ്ങൾക്കറിയാം ഓസ്ട്രിയക്ക് ആര് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? ജർമ്മനി. സെർബിയക്ക് ആര് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? റഷ്യ. ഓക്കെ, ദ അലൈഡ് നേഷൻസ് റഷ് അപ്പ് ടു ഹെൽപ്പ് ദെയർ അലൈസ്. ഓൾമോസ്റ്റ് ഓൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ഇറ്റ്. Therefore, this is known as ഫസ്റ്റ് വേൾഡ് വാർ. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിന് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി എല്ലാ രാജ്യങ്ങളും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, ഇത് വെറും ഓസ്ട്രിയയും സെർബിയയും അല്ലെങ്കിൽ ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള ഒരു വാറായിരുന്നില്ല. ഓൾ ദ കൺട്രീസ് വാസ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ഇറ്റ്. അതുകൊണ്ടാണ് ഇതിന് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ റീസണായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? മൊറോക്കൻ ക്രൈസിസ് പറയാം, ബാൽക്കൻ ക്രൈസിസ് പറയാം. അതേപോലെ തന്നെ സെർബിയൻ യൂത്ത് ആരാണ് അസാസിനേറ്റ് ചെയ്തത്? ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ, അതായത് ഓസ്ട്രിയൻ രാജകുമാരനെ അസാസിനേറ്റ് ചെയ്തത്, കൊലപ്പെടുത്തിയതും വേറെ ഒരു റീസൺ, ഇമ്മീഡിയറ്റ് റീസണാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ, ഇമ്മീഡിയറ്റ് റീസൺ ഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ. നെക്സ്റ്റ് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, പിന്നെ നമുക്ക് യുദ്ധങ്ങൾ കൊണ്ട് ഒന്നും നേടാനില്ല അല്ലേ. യുദ്ധം നമുക്ക് ഒരിക്കലും ഒരു ജയമല്ല തരുന്നത്, നമുക്ക് ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ആണ് തരുന്നത്. നമ്മളുടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും ഡിസ്ട്രക്ഷൻസ് ആണ് എന്തുകൊണ്ടുണ്ടാവുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ കൊണ്ടുണ്ടാവുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഓവർ 10 million people lost their lives. ഓക്കെ, നെക്സ്റ്റ് സോ മെനി വർ ഇൻജേർഡ് ഓൾസോ. സോ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, കമ്മ്യൂണിക്കേഷൻ വർ ഡിസ്ട്രോയിഡ്. അഗ്രികൾച്ചർ, വ്യവസായം, കൃഷി, വ്യവസായം, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ഡിസ്ട്രോയ് ചെയ്തു. ഓക്കെ, എല്ലാം നഷ്ടപ്പെട്ടു. പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. പോവേർട്ടി പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും, ദാരിദ്ര്യം. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ പണത്തിന് വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ ഒരു പീസ് ഓഫ് ബ്രെഡ് വാങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊണ്ടുപോകണം, നമ്മളുടെ പൈസയ്ക്ക് വാല്യൂ ഇല്ല.
ഓക്കെ, അതാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം അതും രാജ്യത്ത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്തു. ഇക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്. യൂറോപ്പിൻ്റെ ഇക്കണോമിക് ഡോമിനൻസ്, അവർ നല്ല എത്രയോ കോളനീസ് ഉണ്ടാക്കിയിട്ട് അവർ ഒരുപാട് ഇക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ ഡിമിനിഷ് ആവാൻ തുടങ്ങി. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ലിബറേഷൻ മൂവ്മെൻറ്റ്സ്, അതായത് ഫ്രീഡം മൂവ്മെൻറ്റ്സ്. ലിബറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക വാസ് സ്ട്രെങ്തൻഡ്. അത് സ്ട്രെങ്തായി. അപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സിൽ ഇവർ എന്ത് ചെയ്തു, ഈ യൂറോപ്യൻ ഡിമിനിഷ് ആവുകയാണ്. അപ്പം തീർച്ചയായിട്ടും എന്തുണ്ടായി, ഏഷ്യയിലും ആഫ്രിക്കയിലും ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്നുകൂടെ സ്ട്രെങ്തനായി, ഒന്നുകൂടെ ശക്തി കൂടി. ഇൻ അബൈഡ് to bring about the peace in the world, League of Nations was formed. അപ്പോൾ നമുക്ക് ഇനി മനസ്സിലാക്കാൻ പറ്റുന്നത് ലീഗ് ഓഫ് നേഷൻസ്, അതായത് നമുക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആഫ്റ്റർ മാത്ത് ഓഫ് ദ വാർ എന്നുള്ളതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എല്ലാ കുറ്റങ്ങളും, എല്ലാ ഗിൽട്ടും ആരെയിൽ അടിച്ചേൽപ്പിക്കുകയാണ്, ജർമ്മനീനെ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പം ജർമ്മനി കാരണമാണ് ഈ വേൾഡ് വാർ ഉണ്ടായത് എന്നുള്ളത് ഈ അലൈസ് ഗ്രൂപ്പിനാണ്, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ് അടങ്ങിയിട്ടുള്ള ആ ഗ്രൂപ്പിനാണ് വിക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ട്രീറ്റിയിൽ എന്താണ് പറയുന്നത്, ജർമ്മനി കാരണമാണ് ഇങ്ങനെ യുദ്ധമുണ്ടായത്. അപ്പം ജർമ്മനി ഒരു ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെമിനിറ്റി, നഷ്ടപരിഹാരമായിട്ട് ജർമ്മനി കൊടുക്കണമെന്നും, അതേപോലെ തന്നെ ജർമ്മനിയുടെ റിച്ച് മൈൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ റിസോഴ്സസ് ഒക്കെ ഈ അലൈസ് ഗ്രൂപ്പിന് ജയിച്ച ആ ഗ്രൂപ്പിന് കൊടുക്കണമെന്നും ട്രീറ്റി ഓഫ് വേഴ്സൈൽസിലൂടെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇക്കണോമിക് ഡിപ്രഷൻ പഠിക്കാനുണ്ട്. എന്തായാലും ഒരു വേൾഡ് വാർ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ബെനിഫിറ്റ് അല്ല ഒരു കൺട്രിക്കും കൊടുക്കുന്നത്, ഒരുപാട് ലോസാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും ലോകത്തിന് മുഴുവനായിട്ടുള്ള ഒരു ഇക്കണോമിക് ഡിപ്രഷനിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇക്കണോമിക് ഡിപ്രഷൻ, USA എങ്ങനെ അത് ബാധിച്ചിട്ടുണ്ട്, പിന്നെ കുറേ ഫാസിസം, നാസിസം എന്ന് പറഞ്ഞ കുറേ ഐഡിയോളജി വരികയാണ്. അപ്പോൾ അതിൻ്റെ ആരൊക്കെയാണ് ലീഡർ എന്നുള്ളതിനെക്കുറിച്ച്, അവരുടെ ഐഡിയോളജി എന്തായിരുന്നു എന്നുള്ളതിനെയൊക്കെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹിറ്റ്ലറെ കുറിച്ചും ബാക്കി മുസോളിനിയെക്കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ all of you. My dear children, thank you for watching the video. Keep watching. Okay, bye.